എനിക്ക് സാധാരണ എൻ്റെ സമയം സിനിമ ചെയ്യുന്ന സമയത്ത് വീട് വിട്ടിറങ്ങി പോകുന്ന സീനിന് എടുക്കുമ്പോൾ ഞാൻ കരുതിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇപ്പോഴത്തെ എന്റെ ഗ്രഹനില പ്രകാരം ഇങ്ങനൊരു മാറ്റം പറഞ്ഞിട്ടുണ്ട്. അത് നടന്നല്ലേ ഒക്കൂ. അതിനിതൊരു കാരണമായിരുന്നുള്ളൂ. സലീം ഞാൻ പഠിച്ച കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു, ആർ.എസ്. കോളേജിൽ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര തുടങ്ങി. But the gems are floating like germs and sperms. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞ് 1ാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയില്ല ഏത് സിനിമ വിജയിക്കും, ഏത് സിനിമ പരാജയപ്പെടുന്നു നമുക്കറിയില്ല. നമുക്കൊരു സൂപ്പർ സ്റ്റാർ ആവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, എനിക്ക് സൂപ്പർ സ്റ്റാർ ആവണ്ട, എനിക്ക് ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. മോശം റിവ്യൂ പറഞ്ഞ് ശരിയാക്കാനല്ലേ ദിലീപ് കാവ്യചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടില്ല. ദിലീപിൽ ഒരു ഡയറക്ടർ ഉണ്ടെന്ന് പലപ്പോഴും സെറ്റിൽ വെച്ച് തോന്നിയിട്ടുണ്ട്. ഞാൻ ഉപേക്ഷിച്ച തമിഴ് സിനിമകളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. മകളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അവളുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ തന്നെ അറിയപ്പെടും. ഹായ് ഹലോ വിവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. മാർച്ച് 7-ാം തീയതി ജനപ്രിയ നായകൻ ദിലീപ് നായകനാകുന്ന തങ്കമണി റിലീസിനെത്താണ്. അതിന്റെ വിശേഷങ്ങളുമായിട്ട് ദിലീപേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നു, അപ്പം നീത പിള്ളി. സോ രണ്ടുപേർക്കും വെൽക്കം ടു ദി ഷോ. ഈ ദിലീപേട്ടൻ തങ്കമണി ചെയ്യുമ്പോഴുള്ള ഒരു പേഴ്സണൽ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അതായത് പണ്ട് ഒരിക്കലും ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നമുക്കൊരു സൂപ്പർ സ്റ്റാർ ആവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, എനിക്ക് സൂപ്പർ സ്റ്റാർ ആവണ്ട, എനിക്ക് ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. കാരണം ജനങ്ങളോട് അടുത്ത് നിൽക്കാൻ എന്നും ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഏറ്റവും കൂടുതൽ കേരളത്തിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊന്നും, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു സംഭവങ്ങളൊന്നാണ് തങ്കമണി. അത് ചെയ്യുമ്പോൾ ഉള്ളൊരു പേഴ്സണൽ എക്സൈറ്റ്മെന്റ് കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ ദിലീപേട്ടന് ഈ ഒരു തോട്ട് ശരിക്കും വന്നത്, അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞത് ഫാക്ടറിൽ ഇതും കൂടി ഉണ്ടോ? ഏതും കൂടി ഈ ഒരു ജനങ്ങളെ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ പറ്റി പറയുന്ന സിനിമ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടോ? ഇത് വളരെ ഒരു സാധാരണക്കാരന്റെ കഥ പറയുന്ന ഒരു സിനിമ. കഥ പറയുന്നുള്ളത് മാത്രമല്ല, ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് വരുന്നൊരു സിനിമ കൂടിയാണ് തങ്കമണി. അതും ഒരു റിയാലിറ്റിയും ഫിക്ഷനും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു സിനിമ. അതില് ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആബേൽ ജോഷോ മാത്തൻ. ആബേൽ എന്ന് വിളിക്കുന്ന ഇയാള്, അയാളുടെ ഭാര്യയാണ് അനിത. നീതയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ആ പശ്ചാത്തലം അന്ന് 1986 കേരളത്തിൽ നടന്ന ഒരു സംഭവത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിയൽ ഇൻസിഡൻസ് ഒക്കെ കൂടി വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൽ ഞാൻ എല്ലാം മനോജ് കെജൻ ഒഴിച്ച് ബാക്കിയെല്ലാം പുതിയ കോമ്പാണ്. സംവിധായകൻ എന്നെ സംബന്ധിച്ച് പുതിയൊരാളാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എനിക്ക് നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ്. അതിൻ്റെ രണ്ടുപേരും ചൗധരി സാറും റാഫി മധുര, ഇവരൊക്കെ എനിക്ക് വളരെ മുമ്പ് തന്നെ അഡ്വാൻസ് ഒക്കെ തന്നിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അവരൊക്കെ എല്ലാവരും ഒരുമിച്ചൊരു സിനിമയെന്നു. പിന്നെ ജോൺ വിജയ്, നമ്മുടെ സമ്പത്ത് റാം തുടങ്ങി അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ ഇതിൽ അജ്മൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നു. പിന്നെ ഒരു നായിക പ്രണീത, അവരൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിലാണ് വരുന്നത്. അപ്പോൾ വേറെ വലിയ ക്യാൻവാസിൽ വേറെ സിനിമ ചെയ്യുന്നു. എന്നെ അട്രാക്ട് ചെയ്ത ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1986 ഉണ്ടായ ഒരു സംഭവത്തിനെ ബേസ് ചെയ്ത്, ഇപ്പോൾ പ്രത്യേകിച്ച് റിയൽ ഇൻസിഡൻസിൻ്റെ ഒരുപാട് സിനിമകൾ വരികയും നമ്മളതെല്ലാം നെഞ്ചോട് ചേർക്കുകയും ചെയ്ത സിനിമകൾ തന്നെയാണ്. അത് ഏത് ലാംഗ്വേജിലായാലും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന സിനിമകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥയും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ആ സിനിമയെ അല്ലെങ്കിൽ ആ സംഭവത്തെ കൂടുതൽ അറിഞ്ഞപ്പോൾ നമുക്ക് ആ സിനിമ ചെയ്യണമെന്നും ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ സംവിധായകനായ രതീഷ് ശരിക്കും ആ നാടിന് തന്നെ, നമ്മളെല്ലാവരും, നമ്മുടെ ടീം ആ നാടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് തങ്കമണി. തങ്കമണി എന്ന് പറഞ്ഞ നാട് എന്തൊക്കെ അനുഭവിച്ചു എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. ആ നാടിനെ നമ്മൾ അതിൽ നിന്ന് എടുത്തുയർത്തുക എന്ന് പറയുന്ന, അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ചെറിയ ശ്രമം, അതുകൊണ്ട് ഈ സിനിമയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ നീതയുടെ ഫോർത്ത് ഫിലിം ഇപ്പോൾ ഫസ്റ്റ് സിനിമയിൽ ഇപ്പോൾ പറഞ്ഞ ക്യാമറയെ കുറിച്ച് അല്ലെങ്കിൽ ഒന്നും അറിയാണ്ട് വന്ന് ഭയങ്കര ടെൻഷൻ അടിച്ച് നിന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പോൾ പാപ്പനൊക്കെ ചെയ്ത്
ടെൻഷൻ അടിച്ചിട്ടില്ല? അല്ല, ഫസ്റ്റ് മൂവിയിൽ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. ഇൻഫാക്ട് ഇപ്പോഴാണ് ഓക്കെ ക്യാമറ പെർഫോമൻസ് ആണെന്നൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. ആദ്യം ഒരു ഫ്ലോയിൽ അങ്ങ് പോയി എന്നുള്ളൂ. ബട്ട് യാ കണ്ടിന്യൂ. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിലൊരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ശരിക്കും ഈ സിനിമയുമായിട്ട് വരുമ്പോൾ അഡാപ്റ്റ് ആവണേ ആ ഒരു സിനിമ അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട്? ഈ പ്രോജക്റ്റ് ഇൻ പെർട്ടിക്കുലർ എനിക്ക് ഒരു ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന ഫീൽ ആയിരുന്നു. ബിക്കോസ് ഞാൻ ഇതിനു മുമ്പ് റൊമാൻസ് ചെയ്തിട്ടില്ല. സാരി ഉടുത്തിട്ടില്ല? സാരി ഉടുത്തിട്ടില്ല എന്ന് പറയില്ല, പാപ്പനില് സാരി ഉണ്ട്, പക്ഷെ ക്യാരക്ടർ വൈസ് ഡിഫറെന്റ് ആണ്. ഇത് ഭയങ്കര സബ്ഡ്യൂഡ് ടിമിഡ് ക്യാരക്ടറാണ്. മറ്റേതൊക്കെ കുറച്ച് ബോൾഡ് ഒഡേഷ്യസ് ഫിയർലെസ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ റൊമാൻസ് ആയിരുന്നു ആക്ച്വലി ഹൈലൈറ്റ്. എനിക്കത് പരിചയമില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഐ വാസ് നെർവസ്. പക്ഷേ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹി മെയ്ഡ് മീ വെരി കംഫർട്ടബിൾ. എനിക്ക് അങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ടിപ്സ് തന്നു, പറഞ്ഞു തന്നു. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന കോ ആർട്ടിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ പെർഫോമൻസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, എൻഹാൻസ് ചെയ്യാൻ. അപ്പോൾ വെൻ ഹീ ഈസ് വെരി ഫ്രീ ആൻഡ് യു നോ ഹീ ഈസ് വെരി ഫ്രണ്ട്ലി, നമുക്കും അതുപോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഇസ് ഫ്രം ഹിസ് സൈഡ്. ഈ കോൺട്രിബ്യൂഷനെ പറ്റി പറഞ്ഞാൽ സലീമേട്ടന് ഒരിക്കലും പറയില്ലേ, പച്ചക്കുതിരയിൽ ഇംപ്രൂവൈസ് ചെയ്ത് കമൽ സാർ മതി നിർത്തിക്കോളാൻ പറഞ്ഞ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇപ്പോഴും ഉണ്ടാവാറുണ്ടോ? ഇംപ്രൂവൈസ് ചെയ്ത് കോമഡിയിൽ നാച്ചുറലി മതി 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 ഇനി വേണ്ട, റീലടിച്ച് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് നിർത്തും നമ്മൾ ചിലപ്പോൾ. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ഒന്നിനോടൊന്ന് മെച്ചമുള്ള ആൾക്കാരാകുമ്പോൾ ഒരാൾ ഒന്ന് പറഞ്ഞാൽ അവനടുത്ത് രണ്ട് പറയും, അപ്പോൾ അതിൻ്റെ മേളിൽ അടുത്ത് പറയും, ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ പോയിട്ടുണ്ട്. അത് മിക്ക ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുമ്പോഴും നമുക്ക് ഹ്യൂമർ സിനിമകൾ ചെയ്യുമ്പോൾ മിക്കവാറും അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ ഇപ്പോൾ റൊമാൻസ് എന്ന് പറയുന്ന സാധനം അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മുടെ മനസ്സിൽ തോന്നുന്നു, അത് നമ്മുടെ കണ്ണുകളിലൂടെ ഇതാവുന്നു, സ്ക്രീനിൽ കാണുന്ന ഒരു കെമിസ്ട്രി വർക്കാവുന്നു. അപ്പോഴാണ് കാണുന്നവന് ശരിക്കും പറഞ്ഞാൽ അതിൽ പ്രണയമുണ്ടായിരുന്നു, അവർ പ്രണയത്തിലാണ് എന്ന് തോന്നുന്നൊരു സാധനം. അത് നമ്മൾക്ക് രണ്ട് ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് വരുമ്പോൾ തന്നെയാണ് അത് ഉണ്ടാവുക. എനിക്ക് ഒരുപാട് പുതിയ നായികമാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അവർ സിനിമയിൽ നിന്ന് എൻ്റെ കൂടെ തന്നെ പെർഫോം ചെയ്ത സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ പിന്നീട് മലയാളത്തിലെ വലിയ വലിയ നായികമാരെ പല ലാംഗ്വേജുകളിലും പോകും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏതൊരാളും നമ്മൾ ഒരു സംഭവം ഇങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പറയുമ്പോൾ അത് മനസ്സിലാക്കുക, പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുക. റിയാക്ട് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ല പറയുന്നത്, നമ്മളോട് ആ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് ഈ സിനിമ എന്ന് പറയുമ്പോൾ ഓരോ മുത്തെടുത്ത് മാല കോർക്കുന്ന പോലെ ഇങ്ങനെ ഓരോ സീൻസ് അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. അങ്ങനെ ടോട്ടാലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ ആ ശരിക്കും പറഞ്ഞ ഇതിൻ്റെ ഒരു അണ്ടർകണ്ട് ലവ് സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ തങ്കമണിയിൽ വരുന്നത്. ആ ഒരു സാധനം ശരിക്കും വർക്കൗട്ടായിട്ടുണ്ടെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിനൊക്കെ ഇതൊക്കെ അഭിനയിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾ അവരുടെ ഇതിന് നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് ഹോപ്പ് ചെയ്യുന്നത്. അത് ജനങ്ങൾക്ക് ആ ഫീൽ ഉണ്ടാവുന്നതാണ് നമുക്ക് തോന്നുന്നത്. അതിനേക്കാൾ അപ്പുറം ഇതിന്റെ സെന്റിമെന്റ്സും ഇതിന്റെ ഇമോഷനും ഇതിന്റെ ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടി വരുമ്പോൾ അതെ. ഇപ്പോൾ ഇമോഷൻസിനെ പറ്റി പറഞ്ഞപ്പോഴേ, ഇപ്പോൾ സല്ലാപത്തിൽ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞിട്ട് ലോഹി സാറ് പറഞ്ഞിട്ടില്ലേ, അതായത് ദിലീപിനെ വെറുതെ വീട് ഇമോഷൻസിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് എടുത്ത സമയം. കാരണം ആ സാഹചര്യം എൻ്റെ വീടായിട്ട് ഭയങ്കര അധികം സിമിലർ ആയിരുന്നു, അല്ലെങ്കിൽ ആ വയ്യാണ്ട് കിടക്കുന്നത് എൻ്റെ അച്ഛന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേറ്റബിലിറ്റി ഉണ്ടല്ലോ. ശരിക്കും ഒരു ആക്ഷന് കട്ടിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ആക്ടർ എന്നൊരു ദിലീപ് ശരിക്കും എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക സീനിൽ? അല്ല, ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ നമ്മൾ വേറെയാണോ ആ കഥാപാത്രത്തിനോട് നീതി പുലർത്തുന്നു. എപ്പോഴോ നമ്മൾ ആ സിനിമയിൽ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വിഷയം തന്നെയാണ്. ഈ ഒരു മുറിക്കകത്തുള്ള ജീവിതം പണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കത് പെട്ടെന്ന് കണക്റ്റഡ് ആവുകയും ഞാൻ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തൊരു വിഷയമാണത്. അത് പല അവസരങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സദാനന്ദൻ്റെ സമയം സിനിമ ചെയ്യുന്ന സമയത്ത് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന സീനിന് എടുക്കുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ അച്ഛൻ്റെ വീട് വിട്ട് ഇറങ്ങുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ തോളത്തിട്ട് എൻ്റെ അമ്മ അനിയത്തിയുടെ കൈ പിടിച്ച് ഞാനാകെ കരഞ്ഞാകെ ഇതായിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എവിടെയൊക്കെയോ കണക്റ്റഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന കുറേ കുഴപ്പങ്ങളുണ്ട്.
അത് എൻ്റെ മാത്രമല്ല പല ആക്ടേഴ്സിനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. അവരുടെ ലൈഫിൽ പല സ്ഥലത്ത് പല ഇമോഷൻസ് ഇതുണ്ടാവാം. ഇങ്ങനെയുള്ള ഇമോഷൻസ് എല്ലാം തികഞ്ഞ് നിൽക്കുന്ന ഒരാൾക്കാർക്ക് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെയൊക്കെയാണ്. പക്ഷെ അവർക്ക് വേറെ വേർഷനായിരിക്കും. അപ്പോൾ പലർക്കും പല രീതികളിലാണ് ഇത് സംഭവിക്കുന്നത്. ആക്ടേഴ്സിന് എപ്പോഴും വേണ്ടത് പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ എന്ന് പറയുന്ന സാധനങ്ങളാണ്. അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് നമ്മൾ ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട്. അപ്പോഴും ഈ പറഞ്ഞ പാണ്ടിപ്പടയിൽ ഇപ്പൊ ഹരിശ്രീശൻ ചേട്ടനായിട്ട് ഇരിക്കുന്ന ഒരു സീക്വൻസിൽ ഒറ്റ ഡയലോഗുള്ളൂ, ഇതാണ് എൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ്, ഇതില്ലെങ്കിൽ എനിക്ക് കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ശരി, അത്രയും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള സീനിൻ്റെ ഇടയിൽ ഒറ്റൊരു ഡയലോഗ് കൊണ്ട് ഭയങ്കരമായിട്ട് പ്രേക്ഷകനെ കൊള്ളിച്ചൊരു ഇതാണ്. അഭിനന്ദൻ്റെ എല്ലാ ഇമോഷൻസ് അതിൽ വരുന്നുണ്ട്. ശരിക്കും അങ്ങനെ പറ്റുമ്പോഴെങ്ങനെയാണ് സംഭവിക്കുക? ഈ ത്രൂ ഔട്ട് ഈ ഹ്യൂമർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സീൻ വരുമ്പോൾ? ഇല്ല, നമ്മളൊക്കെ എന്ത് സങ്കടത്തിൻ്റെ ഇടയിൽ തമാശകൾ ഉണ്ടാവുന്നുണ്ട്, തമാശകൾക്കിടയിൽ സങ്കടങ്ങളും ഉണ്ടാവുന്നുണ്ട്. റിയൽ ലൈഫിലും ഉണ്ടാവുന്നില്ലേ, നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്നുണ്ട്. അതങ്ങനെ കണ്ടാൽ മതി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആക്ഷൻ സീക്വൻസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, അല്ലെങ്കിൽ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള ആളാണല്ലോ. ശരിക്കും അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ സിനിമകൾ വന്നിട്ടുണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇങ്ങനെ കംഫു കഴിഞ്ഞിട്ട് വന്നത് മിക്കതും ആക്ഷൻ ഫിലിംസ് ആയിരുന്നു. പക്ഷെ കംഫുവിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഒത്തിരി ആക്ഷൻ ചെയ്തു, പിന്നെ ഉടനെ അത് തന്നെ ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നി. പിന്നെ അതുപോലെ തന്നെ പാപ്പൻ കഴിഞ്ഞ് വന്നത് കൂടുതലും പോലീസ് ഓഫീസർ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ അതും അത് റിപ്പീറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയില്ല. തങ്കമണിയുടെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് ഇതെല്ലാം കരിയറിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഫസ്റ്റ് എക്സൈറ്റ്മെന്റ്? അല്ല, കുറെ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. വൺ, എക്സ്പീരിയൻസ് വിത്ത് വേഴ്സറ്റൈൽ ആക്ടർ. എല്ലാ ദിവസവും നമ്മൾ ടി വിയിൽ കാണുന്നു, ആളുടെ ഡയലോഗ്സും സീൻസും എല്ലാം വീട്ടിൽ ഡേ ടു ഡേ ലൈഫ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേഴ്സറ്റൈൽ ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ്, അത് ഒരു ഇറ്റ്സ് എ റെയർ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതൊന്ന്. പിന്നെ ഇതൊരു റിയൽ ഇൻസിഡന്റിന്റെ അഡാപ്റ്റേഷൻ ആണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ സിനിമകൾ കാണാൻ എപ്പോഴും ഒരു ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും ഉണ്ടാവും. പിന്നെ നല്ല ടീമാണ്. പിന്നെ അത് ഞാൻ മറന്നുപോയി. അത് പുതിയതാണ്, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ അതൊരു ചാലഞ്ചിങ് സാധനമാണ്, ഡിഫറെന്റ് ആണ്. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് കൂടിയാണ് ഇത്. പിന്നെ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സുജിത് ചേട്ടൻ, ഇവരുടെ കൂടെ ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ നോ ഐ എം കംഫർട്ടബിൾ വിത്ത് ദ ടീം. അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ടക്ക് ടക്ക് ആൻസർ പറയണം കേട്ടോ. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, മിനി ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, ടപ്പ് ടപ്പ് ആൻസർ പറയണം. ഈ വാർദ്ധക്യ പുരാണത്തിൽ ഞാൻ അഭിനയിക്കേണ്ടതായിരുന്നു. ശരിക്കും വാട്ട് റിയലി ഹാപ്പൻ പണ്ട്? അല്ല, ടെക്ക് എന്ന് പറഞ്ഞിട്ട് അല്ല, എന്താ സംഭവം? വാർത്തക്ക് അങ്ങനെ വേണോ? ഞാൻ ആദ്യം എനിക്ക് തരാൻ വേണ്ടിട്ട് ടക്ക് ടക്ക് എന്ന് പറയാൻ പോയതേ. അല്ല, ശരിയാണ്. എന്താന്ന് വെച്ചാല് അന്ന് ഭാരതീയ പുരാണത്തില് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ എൻ്റെ പേരടങ്ങുന്ന ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയ പടം ഭാരതീയ പുരാണം. പക്ഷെ ആ സമയത്ത് എനിക്ക് അതിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അമേരിക്കൻ ഷോയിൽ ജയറാമേൻ്റെ കൂടെയുള്ള അമേരിക്കൻ ഷോയിൽ ഞാൻ ഇതായപ്പോ അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് വന്നുപോയി. ഈ തൃപ്രയാറിൽ വെച്ച് നടന്ന മാനത്തെ കൊട്ടാരത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ഓർമ്മയുണ്ടോ? ഗസ്റ്റ് ആയിട്ട് എന്നിട്ട് പരിപാടി അവതരിപ്പിക്കുന്ന അവസ്ഥ? ഇല്ല, തൃപ്രയാറിൽ അങ്ങനെ മാനത്തെ കൊട്ടാരത്തിന്റെ ഫംഗ്ഷൻ അല്ല അത്. തൃപ്രയാറിൽ വേറൊരു ഈ സലീം കുമാറും നന്ദകുമാർ പൊതുവാളും എല്ലാം കൂടി അവതരിപ്പിക്കുന്ന നയിക്കുന്ന മിമിക്രി പരിപാടിയാണ്. അവരുടെ അബിയുടെ ട്രൂപ്പിന്റെ പ്രോഗ്രാമായിരുന്നു അന്ന്. നമ്മൾ ആ ട്രൂപ്പിൽ നിന്ന് ഞാനും നാദിഷയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാനത്തെ കൊട്ടാര സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്വയം ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണെന്നുള്ള രീതിയിൽ നടക്കുന്ന സമയത്തൊന്ന് കാണാൻ പോയതാ പരിപാടി. അവര് വരാൻ വൈകി, അബിയും ഷിയാസും ഒക്കെയാന്ന് തോന്നുന്നു അന്ന്. അവര് വേറെ സ്ഥലത്ത് പ്രോഗ്രാം കഴിഞ്ഞ് വരാൻ വൈകി. ഇതിന്റെ പുറത്ത് പരിപാടി കാണാൻ ഇരുന്ന് നമ്മളെ പിടിച്ച് സ്റ്റേജിൽ കയറ്റി. അന്നാണ് ആദ്യമായിട്ട് ഞാൻ സലീം കുമാറിൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു കോമ്പിനേഷനും ഞങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒന്നുമില്ല. ഇവര് ഞങ്ങളെ വിടാതെ ഞങ്ങൾ പതുക്കെ മുങ്ങാൻ പോയ സമയത്ത് അമ്മയ്ക്കും അച്ഛനൊക്കെ തെറി വിളിച്ച് പോലീസുകാർ പിടിച്ച് സ്റ്റേജിൽ കയറ്റുകയാണ്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അന്ന് കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണത്.
എനിക്ക് ഒരു പിടിയില്ല. പ്രോഗ്രാം കാണാൻ പോയതാ. പണ്ട് ഞാൻ ആ ട്രൂപ്പിൽ കളിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആ ട്രൂപ്പിൽ നമ്മൾ ചെയ്തിട്ട് പോയ അത്ര ഓഡിയൻസ് ഇരിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്യണം സലീമൊക്കെ ഒരുമിച്ച്. അപ്പൊ എന്നിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയമുണ്ട്. ആ സമയത്താണ് ഐറ്റംസ് റിഹേഴ്സൽ ചെയ്യണത്. ഈ ഇന്നത് കളിക്കണം ഇന്ന കളിക്കണം അതും കൂടി പറഞ്ഞേ, ഇങ്ങനെ 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 ഇന്നത് ഇന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. ഭയങ്കര ഹിറ്റായിരുന്നു ആ പ്രോഗ്രാം. അത് ഒരു വലിയൊരു കൂട്ടുകെട്ടിന്റെ തുടക്കമല്ലേ ശരിക്കും ആ ഒരു സ്റ്റേജ്. അത് കഴിഞ്ഞ് പിന്നെ സലീം സിനിമയിൽ, സലീം ഞാൻ പഠിച്ച കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു, RS കോളേജിൽ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര തുടങ്ങിയത്. ഇപ്പൊ നമ്മുടെ ഒരു വൺ ഓഫ് ദ എന്താ പറയുക നല്ലൊരു ഫാമിലി ഫ്രണ്ടാണ്. നീ ഇതിപ്പോ ഒന്നിലധികം ആക്ഷൻ സിനിമകൾക്ക് ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നേരത്തെ ചോദ്യമായിരുന്നു. ഇതും ടക് ടക് ടക്. ആക്ഷൻ സിനിമകൾക്ക് ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. യെസ്. ഇപ്പോ ഞാൻ ഉപേക്ഷിച്ച തമിഴ് സിനിമകളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അല്ല, രാജ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓഫറുകൾ വന്നിട്ടില്ല. സിനിമ കഥകൾ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെ വലിയ ഞാൻ കൂടുതൽ ഇവിടെ തന്നെയാണ് കൂടുതലും. അങ്ങനെ ആ ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടോ? വിജയകാന്ത് സാറിന്റെ അനിയന ആ ഒരു ക്യാരക്ടർ ഭയങ്കര റെക്കഗ്നൈസബിൾ കാര്യമാണല്ലോ. തീർച്ചയായിട്ടും പല സ്ഥലത്ത് ചെല്ലുമ്പോഴും വിജയൻ സാർ തമ്പി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള. അപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോഴും ആ കാര്യം കണ്ടിന്യൂസ് TV-യിലും ഇതിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വടിവേൽ സാർ കേട്ട് ചെയ്ത ഇത് എനിക്കതിൽ വലിയ സങ്കടം. അദ്ദേഹം മരിച്ച സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. അവിടെ ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ചെന്നൈയിൽ പോകാൻ പറ്റിയില്ല. വലിയ നല്ല മനുഷ്യനായിരുന്നു, കെയറിങ്ങും സപ്പോർട്ടുള്ള, നമ്മൾ എടുത്തു പറയേണ്ട ഗംഭീര ഹ്യൂമൻ ബീയിങ്. ദിലീപിൽ ഒരു ഡയറക്ടർ ഉണ്ടെന്ന് പലപ്പോഴും സെറ്റിൽ വെച്ച് തോന്നിയിട്ടുണ്ട്. ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചില ഷോട്ട്സ് എടുത്തോണ്ടിരിക്കുമ്പോ അപ്പൊ തന്നെ അവിടെ പറയും, അത് ആ ഷോട്ട് കഴിഞ്ഞു കഴിയുമ്പോ പറയും അത് ഈ ആംഗിളും കൂടെ ഒരെണ്ണം എടുത്തു വെക്കണം. എല്ലാം ഹി ഹാസ് ഇറ്റ് ഇൻ ഹിസ് ഹെഡ്. അങ്ങനെ പല ഇൻപുട്സും ദിലീപ് ചേട്ടൻ പറയുന്നതും ഇപ്പൊ മനോജ് പിള്ളയാണ് ക്യാമറ സാറ് പറയുന്നതൊക്കെ എവറിത്തിങ് ഇസ് ഇൻ സിങ്ക്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിക്കും ഈ പറഞ്ഞ ഡയറക്ടോറിയൽ ടേസ്റ്റ് ഉണ്ടല്ലോ, ശരിക്കും മലർവാടിയുടെ കഥ ആദ്യം കേട്ട് കഴിഞ്ഞിട്ട് ദിലീപേട്ടൻ പറഞ്ഞില്ല ഇതിൽ നിന്ന് ഒരു നല്ല സിനിമ ഉണ്ടാവും എന്നുള്ളൊരു തോട്ടിന്റെ പുറത്തല്ലേ ശരിക്കും പിന്നീട് അതിന്റെ പ്രോസസ്സൊക്കെ നടക്കണേ? അല്ല, മലർവാടി വിനീത് വന്ന കഥ പറയുമ്പോൾ തന്നെ അത് ഒന്ന് ഫ്രണ്ട്ഷിപ്പിന്റെ കഥയല്ലേ. ഫ്രണ്ട്ഷിപ്പിന്റെ കഥയ്ക്ക് അത് വേറൊരു ഫീലാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ അതൊരു വളരെ സിമ്പിളായിട്ട് ഉള്ള രീതിയിൽ തന്നെയാണ് അത് വിനീത് പറയാൻ പറഞ്ഞത്. ഇതുണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. പക്ഷെ വിനീത് നന്നായി ചെയ്ത സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വിഷു ബമ്പർ April 11th. അത് ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്നത് എന്താ ശരിക്കും? ഗുഡ് ടീം. എനിക്ക് അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഉള്ള പാർട്ടൊന്നും അല്ല, പക്ഷെ ചെയ്യാനുള്ളത് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സ്മോൾ പാർട്ട്, പക്ഷെ ഗുഡ് ടീം. അതാണ് ഇപ്പൊ ശരിക്കും ആ ടീം ഉണ്ടാവുന്നത് ഈ പറഞ്ഞ പോലെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്നാണല്ലോ. കാരണം ഈ 2020 കഴിഞ്ഞിട്ട് എല്ലാവരും പ്രതീക്ഷിച്ച് എന്താണ് നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് പറയുമ്പോഴാണ് ദിലീപേട്ടൻ വന്നിട്ട് ഒരു പറയുന്നത് സിനിമ ഒരു സർക്കിളാണ്, അങ്ങനെ സർക്കിളിൽ ഞാനൊരു 7 പുതുമുഖങ്ങളെ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞിട്ടാണ് മലർവാടി കൊണ്ടുവരുന്നത്. ആ ടീമാണെന്ന് ഏറ്റവും ഭയങ്കര പ്രസ്റ്റീജിയസ് മലയാളം പ്രൊജക്റ്റുകളൊന്നായിട്ട് പറഞ്ഞു. ശരിക്കും ബബ്ബയിലൊരു റീയൂണിയൻ കൂടെയല്ലേ ഈ സംഭവിക്കാൻ പോണേ? ബബ്ബ ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ, വിനീത് ഒരുമിച്ച് ഒരു പടത്തിലും അഭിനയിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ ഒരു സിനിമ ആയിരിക്കും ബബ്ബ. അതിൽ ഞാൻ നിർമ്മിക്കുകയും വിനീത് സംവിധാനം ചെയ്യാൻ ചെയ്ത സിനിമയാണ്. അതിലൂടെയാണ് ഇന്ന് മലയാള സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരങ്ങളിൽ ഒരുപാട് പേര് ആ സിനിമയിലൂടെ വന്നത്. അതിലൊക്കെ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഈ കാൽക്കുലേറ്റഡ് റിസ്ക് ഉണ്ടല്ലോ ഈ ദിലീപേട്ടൻ എടുക്കുന്ന കാൽക്കുലേറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യസ്ഥനിൽ ഒരു ടിപ്പിക്കൽ ഹീറോ ആണ്. കാരണം രക്ഷകൻ കൈൻഡ് ഓഫ് ഹീറോ കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന സിനിമ മേരിക്കേണ്ട ഒരു കുഞ്ഞാടാണ്. ആ സിനിമയിലെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു ക്യാരക്ടർ. ശരിക്കും ഈ കാൽക്കുലേറ്റഡ് റിസ്കുകൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക ദിലീപേട്ടൻ്റെ ഒരു ഇതിൽ? അല്ല, ഓരോ സിനിമയും ഓരോ മിഷൻ എന്ന് പറയുന്ന പോലെ ഓരോ സിനിമയ്ക്കും ഓരോ രീതികളല്ലേ. എല്ലാ സിനിമയും ഒരേപോലെ പോയി കഴിഞ്ഞാൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അതിനകത്ത് ഒരു കുടുംബങ്ങൾ യോജിപ്പിക്കാൻ നടക്കുന്ന ഒരു
മകൻ, ഒരു അച്ഛന്റെ മകൻ എന്ന് പറയുന്ന അപ്പൂപ്പിനെയും എല്ലാവരെയും ഒന്നിപ്പിക്കാൻ നടക്കുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നടക്കുന്ന ഒരു മകൻ. ഇപ്പുറത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുസൃതിയൊക്കെ ഉള്ള ഒരുത്തൻ, അവന്റെ പ്രണയവും അവന്റെ പേടിയും അവന്റെ രസകരമായി പോകുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ ആ കഥാപാത്രമൊക്കെ എൻജോയ് ചെയ്ത. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ അവിടെ വന്നിട്ട് പോകുന്ന എനിക്കാണ് ആനന്ദാന്ന് തോന്നുന്നു അല്ലെ, ഓടിച്ചെന്ന് പുറത്തിടിച്ചിട്ടൊക്കെ ഓടുക എന്ന് വെച്ചാൽ ബിജുവിന്റെ ആ ക്യാരക്ടറിന്റെ ധൈര്യത്തിലാണ്, ജോസിന്റെ ധൈര്യത്തിലാണ് ഇയാൾ പോയിട്ട് ഇത് അതുപോലെ ചൂടുവെള്ളം എടുത്തിട്ട് മുണ്ടിന്റെ ഒഴിക്കുക. അതൊക്കെ ആ സമയത്തുണ്ടാക്കിയ കുസൃതികളാണ് പിള്ളേരുടെ കുസൃതി. നമ്മളൊക്കെ ബേസിക്കലി ഈ കുസൃതി സ്വഭാവം ഉള്ള ആൾക്കാരാണ്. അല്ലാണ്ട് കൗതുകം, നമ്മളിപ്പോ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം നടക്കുന്ന സമയത്തും നമ്മള് ചിരിച്ചു പോകുന്ന വിഷയങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോ നമ്മള് പണ്ട് സാധാരണത്തിന്റെ സമയം എന്ന് പറഞ്ഞ സിനിമയില്, ആ സിനിമയിൽ ചെയ്ത സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയലായിട്ട് ഉണ്ടായ സംഭവമാണ്. ഒരു ഡെഡ് ബോഡി ഇങ്ങനെ വെക്കില്ലേ, അപ്പൊ അവിടെ വിളക്കുകൾ കത്തിച്ച് വെക്കുമല്ലോ. അപ്പൊ അതില് ഈ എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചിട്ട് ആ എണ്ണ അവിടെ അങ്ങോട്ട് നിലത്ത് കിടക്കുന്നുണ്ട്. ആ എണ്ണ കുറച്ചറിയാണ്ട് വീണയില് ഒരു ടീച്ചർ വന്ന് ഭയങ്കര കരച്ചിലും ബഹളമായിട്ട് വന്നിട്ട് അയ്യോ ഇവരുടെ കാല് തെറ്റിയിട്ട് ഒരു പോക്ക് പോയിട്ട് ഡെഡ് ബോഡി പുറത്തു പോകുക, അവരവിടെ കിടന്നു ഡെഡ് ബോഡിയുടെ അവിടെ. അതോടുകൂടി ആ മരണ വീട് ചിരി പ്രളയമാവുകയാണ്. ഇയാള് പോയി അവിടെ മറ്റേ ഇങ്ങനെ ഇത്ര നേരം കിടക്കാന്ന് പറയുന്നത്. നമ്മളതാണ് സാധാരണ സമയത്തില് ചെയ്ത സംഭവങ്ങള്. അത് ഈ ചിലര് വന്ന് ചാരി ഇങ്ങനെ നിൽക്കും. ചാരി നിൽക്കുമ്പോ ഇവരറിയില്ല ഈ കാലിങ്ങനെ തെന്നി പോണത്. പെട്ടെന്നാണ് എണ്ണയിൽ ചാടി പോയതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങള്. അത് എനിക്ക് ഒരുപാട് സാധനങ്ങൾ പണ്ട് മരിച്ചുപോയി അദ്ദേഹം, ശിവജിയേട്ടൻ. ശിവജിയേട്ടൻ ഒരുപാട് തമാശകൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്. അത് പക്ഷെ കുറച്ച് ആക്ഷനൊക്കെ ഉള്ളതാണ്. അതൊക്കെ പിന്നെ നമുക്ക് പറയാം. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങള് മരണ വീട്ടിൽ പോയാൽ പോലും നമുക്ക് ആ പരിസരങ്ങൾ ഉണ്ടാക്കുന്ന ചില സമയത്ത് ചില വണ്ടികൾ റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ വളരെ ശാന്തമായിട്ട് പോലെ എന്നൊക്കെ പറഞ്ഞ അവിടെ കരച്ചില് ബഹളം ഒരു ആകെ ഇതേമായ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയൊക്കെ എല്ലാവരും പടത്തിലൊക്കെ ഭയങ്കര ബഹളാക്കിയിട്ട് ആവശ്യമില്ലാത്ത പാട്ടിട്ടിട്ട് അങ്ങനെ പലവിധ പരിപാടി. ഇതൊക്കെ റിയൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് പിന്നീട് നമ്മുടെ സിനിമകൾ പല സിനിമകൾ പല രീതിയിൽ ചെയ്തിട്ടുള്ളത്. അത് പറഞ്ഞപ്പോഴേ ഈ തിളക്കത്തിന്റെ സമയത്ത് മീനാക്ഷി ഇങ്ങനെ മറ്റേ ആ സാധനമൊക്കെ ചെയ്യണത് എടുത്തിട്ടാണ് പിന്നെ സിനിമയിൽ ഉപയോഗിച്ചത്. ഇളയ ആളുടെ നിന്ന് ശരിക്കും അങ്ങനത്തെ എന്താ ടേക്ക് ചെയ്തിട്ടുള്ള സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റണ? ഇളയാളുടെ അങ്ങനെ സിനിമയിലേക്ക് ഉപയോഗിക്കാനുള്ള സാധനമൊന്നും കിട്ടിയിട്ടില്ല. അതല്ലാത്ത വേറെ കുറെ കാര്യങ്ങളിലൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടണി ഞാൻ പറയാട്ടാ. ഇതുവരെ ആയിട്ടില്ല, അതുപോലത്തെ സാധനം ഒന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ തിളക്കത്തിന്റെയും ഈ പച്ചക്കുതിരയുടെ ഒക്കെ ഫസ്റ്റ് ലൈൻ കിട്ടുന്നതും ഈ പറഞ്ഞ ദിലീപേട്ടന്റെ ഒരു ഐഡിയ എന്നാണല്ലോ. തിളക്കം ശരിക്കൊരു വളരെ എന്താണ് പറയുക, റിയലിസ്റ്റിക് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് വളരെ സീരിയസ് പ്രശ്നമാണ്. മനോരമയിൽ എന്തോ വന്ന അന്നത്തെ ഒരു വാർത്തയാണ് ആ പടം. അത് പിന്നീട് സീരിയസ് ആയിട്ട് ജയരാജേട്ടൻ വന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നീട് അതിന്റെ വേറെ വേർഷനായി. പിന്നെ അത് കൊമേഴ്ഷ്യൽ പടത്തിലേക്ക് മാറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെ വേറൊരു വേർഷനിലേക്ക് മാറ്റിയത്. ഈ പറയുന്ന പോലെ കോമഡിയിൽ വന്നിട്ട് ഈ തങ്കമണി ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഭയങ്കര റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയതുകൊണ്ട് അതിനോട് നീതി പുലർത്തുന്നു. ഇപ്പോൾ രതീഷേട്ടൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ പുള്ളി ഒരു ഭയങ്കര ഫയറുള്ള ഒരു ജേർണലിസ്റ്റ് കൂടെയാണ്. കാരണം ഈ 2007 സമയത്തൊക്കെ പുള്ളിയുടെ ഇടപെടലുകൾ കൊണ്ട് അതിന് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ചെയ്യുമ്പോഴും അതിനകത്തൊരു സംഭവം കൂടി ഉണ്ടല്ലോ, റിയൽ ലൈഫിനോട് അല്ലെങ്കിൽ ദ റിയൽ സ്റ്റോറി വേൾഡിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിക്ക് ആ ഒരു തോട്ട് കൂടെ ഉണ്ട് ശരിക്കും തങ്കമണിയിൽ. അല്ല, അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ആ സിനിമയെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഈ വന്ന് പറയുന്ന ആൾക്ക് അങ്ങനെയുള്ള ചിന്ത, ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെ സമൂഹത്തോട് ആ ഒരു നീതിബോധവും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുള്ള ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ അയാൾ ആ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളെ പറഞ്ഞ് അത് മനസ്സിലാക്കി തരുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം. ആ സ്ഥലത്ത് നമ്മൾ അനാവശ്യമായിട്ടൊരു കോമഡിയോ മറ്റുള്ളത് കാര്യങ്ങളോ ഒന്നും കുത്തിക്കയറ്റാൻ നമ്മൾ ആ കഥ, ആ സിനിമയോട് നീതി പുലർത്തുക, ആ കഥാപാത്രത്തിനോട് നീതി പുലർത്തുക, ആ ഇൻസിഡൻസിനോട് നീതി പുലർത്തുക. കാരണം അതൊരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻസിഡന്റ് അല്ല, അത് ഇവിടെ ഉണ്ടായ ഒരു സംഭവമാണ്. അതിനെ നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നു.
അപ്പോൾ അതൊരു സംവിധായകൻ എത്രത്തോളം അയാളുടെ മനസ്സിൽ ഉടലെടുത്തിരിക്കുന്ന കാര്യങ്ങൾ, ഈ ഉടലെടുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ വീട് വന്നത് ഉടലിന്റെ സംവിധായകനായതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംവിധായകന്റെ മനസ്സിലെ കഥാപാത്രത്തിൽ ഉണ്ടാകും, സിനിമ ഉണ്ടാകും. നമ്മൾ അതിന്റെ കൂടെ കോമഡിയൊക്കെ സ്ക്രീനിന്റെ പുറകിലായിരുന്നു ഞങ്ങളുടെ. അല്ലാത്ത സ്ഥലത്ത് ആ സിനിമ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലൂടെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ദിലീപ് എന്നൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അത് കടന്നു പോയിട്ടുള്ള ജേണികളിൽ ഈ പറഞ്ഞ പോലെ മീശ മാതാലും മീശ വിരിച്ചപ്പോൾ പലരും പറഞ്ഞു ഇയാളെന്തിനു മീശ വിരിക്കണേന്ന് ചോദിച്ചു. അല്ലെങ്കിൽ CID മൂസയിൽ തോക്കായിട്ട് നിന്നപ്പോൾ ഇയാൾ ജെയിംസ് ബോണ്ട് ആണോ തോക്കായിട്ട് നിൽക്കാന്ന് പറഞ്ഞു. അതുപോലെ ചില അതിൻ്റെ വേറൊരു വേർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ആക്ടർ എന്ന നിലയിൽ നിസ്സഹായമായി പോകുന്ന അവസ്ഥകളുണ്ടല്ലോ. അതായത് തൻ്റെ പെർഫോമൻസുകൾ അടിപൊളിയെന്ന് പറയുന്നു, അല്ലെങ്കിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്താലും സിനിമ ഈ പറഞ്ഞ പോലെ സ്വീകരിക്കപ്പെട്ടില്ല എന്നിരിക്കട്ടെ. ശരിക്കും അപ്പോഴും ഈ പറഞ്ഞ ദിലീപ് എന്നൊരു ആക്ടർ കടന്നു പോകുന്നൊരു സ്റ്റേറ്റ്സർ എന്തായിരിക്കും? അല്ലേ, നമുക്കറിയില്ല ഏത് സിനിമ വിജയിക്കും ഏത് സിനിമ പരാജയപ്പെടുന്നു നമുക്കറിയില്ല. നമ്മൾ ആദ്യം സിനിമയിൽ എന്തെങ്കിലും ആവണം, സിനിമയിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ് സിനിമയിൽ എങ്ങനെയല്ല കയറി പറ്റണം. കാരണം നമ്മുടെ സ്വപ്നം സിനിമയാണ്. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ സിനിമയിലെത്തി. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തത് ജനങ്ങൾക്ക് ഇഷ്ടമായി, ശ്രദ്ധിക്കപ്പെട്ടു. അത് കുറച്ച് വലുതായി ആ വേഷങ്ങൾ. പിന്നീട് അത് സപ്പോർട്ടിങ് ക്യാരക്ടറായി. ഞാൻ അങ്ങനെ വന്നാളാണ്. പിന്നെ അത് കഴിഞ്ഞ് 3-4 ഹീറോസിൻ്റെ കൂടെ ഒരു ഹീറോ ആയി. പിന്നെ അത് കഴിഞ്ഞ് അത് 3 ഹീറോ ആയി. പിന്നെ 2 ആയി. പിന്നെ അത് 1 ആയി. അങ്ങനെയാണ് പിന്നെ ഒരു യാത്ര തുടങ്ങുന്നത്. അപ്പം നമ്മൾ സിനിമയിൽ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഏതൊരു കലാകാരനും സിനിമയിലുണ്ടാവും. നമുക്ക് ഒരിക്കലും സിനിമയുടെ വിജയ ഫോർമുലയൊന്നും എനിക്കറിയില്ല. അത് സംഭവിക്കുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ജനങ്ങൾക്ക് ഇഷ്ടാവണേ എന്നുള്ള പ്രാർത്ഥന നമുക്കുള്ളൂ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ ചെറിയ അറിവ് കൊണ്ട് നമുക്ക് ഈ കഥാപാത്രം ഇങ്ങനെയൊക്കെയാണ്, ഇയാൾ ഇങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നു. നമ്മളെ വിലയിരുത്തുന്ന സംവിധായകൻ ആണ് അതിനെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ എന്നെ പോലുള്ള കലാകാരന്മാർ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചു അവനത് ഓക്കെ പറഞ്ഞു പോകും. ഇതെല്ലാം നമ്മളിപ്പോൾ നമ്മുടെ ജോലിയും കൂടിയാണ്. എൻ്റെ ജോലി ജനങ്ങളെ ചിരിപ്പിക്കുക, ചിന്തിപ്പിക്കുക. ഞാൻ ദിലീപ് എന്ന് പറഞ്ഞ എന്റർടൈനർ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ആസ് ആൻ ആക്ടർ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ തരത്തിലെ സിനിമകളിലൂടെയും ഞാൻ കയറിറങ്ങി പോകുക എന്നുള്ളതാണ് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള ആഗ്രഹം. അത് ഹീറോ ആയാലും ഹീറോയിൻ ആയാലും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണത്. നമ്മൾ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റായി മാറുക എന്നുള്ളത്. അത് നമ്മുടെ ശ്രമങ്ങൾ മാത്രമാണ്. സിനിമ പരാജയപ്പെടൂ ഇല്ലെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഈ സിനിമ നിങ്ങൾ കാണും, നിങ്ങൾ ഈ സിനിമയെ സ്വീകരിക്കും, നിങ്ങൾക്ക് ഇഷ്ടാവുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് പ്രതീക്ഷയാണ് നമ്മുടെ. അത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഇതോടുകൂടി വരുന്നത് ചിലപ്പോൾ എടുക്കാതെ പോകും. ചിലപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ് വരുന്നത് ഭയങ്കര ഹിറ്റാവാം. അപ്പൊ ഇതൊക്കെ ബേസിക് എന്താ പറയാ, ദൈവാധീനവും സമയത്തിന്റെ പുറത്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സക്സസിനായാലും ഫെയിലറിനായാലും നമുക്ക് ഒരേ ഇമോഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരുപാട് ആൻസൈറ്റിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം വല്ലാത്ത നോർമലായിട്ട് ഇങ്ങനെ പോവാം. പക്ക എന്റർടൈനിങ് ഫാക്ടർ. നേരത്തെ പോലെ എന്റർടൈനർ ആണെന്ന് പറയുമ്പോഴും പാസഞ്ചർ പോലുള്ള സിനിമകൾക്ക് വേറെ കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് ആണല്ലോ ഉള്ളത്. ശരിക്കും അതെങ്ങനെയാ ശരിക്കും? പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് വന്ന ന്യൂ ജനറേഷൻ സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ തുടക്കം ആ സിനിമയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആ ടൈപ്പിലുള്ള വേറെ ടൈപ്പിലുള്ള സിനിമകളെല്ലാം വരാൻ തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അരികെ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അല്ലെങ്കിൽ ആ ടൈപ്പിൽ പല സിനിമകളും പല സമയത്തും ചെയ്യുന്നുണ്ട്. പലതരത്തിലെ സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്കാ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പൊടിക്ക് കയറി ചിരിക്കുക, അവനെ രസിപ്പിക്കുക, അവനെ എൻ്റർടൈൻ ചെയ്യാനും തിയേറ്ററിൽ വന്ന ആഘോഷമായിട്ട് കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ദിലീപിൻ്റെ എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടി ഇതിരിക്കുന്നു. നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യം തന്നെ. നമ്മളും അങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനുള്ള കഥകൾ വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആസ് എ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോഴും ഈ പറഞ്ഞ പോലെ പുതിയ ആൾക്കാരൊക്കെ വന്ന് കഥ പറയുമ്പോൾ ഈ ദിലീപേട്ടൻ നായകൻ അല്ലെങ്കിൽ കാവ്യ ചേച്ചി നായിക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്ന് കഥകൾ പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ ഇന്നാളെന്ന് പറഞ്ഞിട്ടല്ല കഥ പറയുന്നത്. കഥാപാത്രത്തിനെ കുറിച്ചിട്ടുള്ള കഥകളും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ വരുന്ന സിനിമകൾ
പലതരത്തിലുള്ള സിനിമകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇങ്ങനെ ദിലീപും കാവ്യചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ വന്നിട്ടില്ല. നിങ്ങൾ സിനിമ ഡിസ്കസ് ചെയ്യാറുണ്ടോ ശരിക്കും കാവ്യചേച്ചിയായിട്ട് ചെയ്യുന്ന സിനിമകൾ? അല്ലെങ്കിൽ ഞാൻ എല്ലാവരുമായിട്ട് സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പം അതുകൊണ്ട് സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കും. പക്ഷെ ഫുൾ ടൈം ഞാൻ ഇന്നതാണ് ചെയ്തത്, ഇങ്ങനെയാണ് ചെയ്തത്, അങ്ങനെയുള്ള കൃത്യച്ചോളൊന്നുമല്ല. സിനിമയുടെ ജസ്റ്റ് ആ ഒരു ചില സമയത്ത് സിനിമയായിരിക്കും സംഭാഷണം അവർ മാറ്ററായി വരിക. അപ്പോൾ ആ സമയത്ത് സംസാരിക്കും. അതിൽ വേറെ മാറ്ററാണെങ്കിൽ ആ വഴിക്ക് പോകും. അങ്ങനെയൊക്കെ ഉള്ളൂ. ഈ സംവിധാന സംരംഭം ഉണ്ടാവും എനിക്ക് ഈ പറഞ്ഞ ഭയങ്കര പ്രതീക്ഷകളുണ്ടല്ലോ. കാരണം ദിലീപേട്ടനല്ല അതിനെ കുറിച്ച് പറയാറുള്ളത്. ദിലീപേട്ടൻ മോശം റിവ്യൂ പറഞ്ഞ് ശരിയാക്കാനല്ലേ ഇയാൾ അഭിനയിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രഞ്ജിത് ശങ്കർ പറഞ്ഞിട്ടില്ലേ, പാസഞ്ചറിൽ ദിലീപേട്ടൻ്റെ സജഷൻസ് ഭയങ്കര പ്രിസൈസ് ആയിരുന്നു. അല്ലെങ്കിൽ ആ ക്യാരക്ടറും അല്ലെങ്കിൽ ആ നറേറ്റീവിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സുരേഷൻ പറഞ്ഞിട്ടില്ലേ, ദിലീപ് മേ ബി പറഞ്ഞ പോലെ ഒരു നടൻ അല്ലെങ്കിൽ പക്കാ സിനിമാക്കാരൻ എന്ന നിലയിൽ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അത് ചോദിച്ചത് ഈ സംവിധാന സംരംഭവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാം, നമുക്ക് ശ്രമിക്കാം. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നോക്കാം. ഉണ്ടാവൂല്ലേ? അല്ല നോക്കാല്ലേ. അല്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സംവിധാന അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോഴും ഈ പറഞ്ഞ പോലെ കമൽ സാറിനോട് ഒഴിച്ച് ബാക്കി എല്ലാവരോടും ചാൻസ് ചോദിച്ചിട്ടുള്ള ആളാണ് അല്ലേ? ഞാൻ എല്ലാവരോടും ചാൻസ് ചോദിക്കുന്ന അങ്ങനെയല്ല, അങ്ങനെ ചാൻസ് ചോദിച്ചിട്ടില്ല. ഞാൻ ചാൻസ് ചോദിച്ചത് അടൂർ സാറിനോടാണ് പോയിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്യാത്തത് പഴയ സീനിയർ ഡയറക്ടേഴ്സിൽ എടുത്തു പറയുന്നതിൽ ഹരിഹരൻ സാറിൻ്റെ പടം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അന്നൊരു ഞാൻ ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെയുള്ള ഒരു കഴിഞ്ഞ ദിവസം ഹരിഹരൻ സാറിനെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു. അപ്പം കാരണം ദൈവാനുഗ്രഹം കൊണ്ട് ആ സമയത്ത് അങ്ങനെയുള്ള മിക്ക ഡയറക്ടേഴ്സിൻ്റെ സിനിമ എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി. അങ്ങനെ ഒരുപാട് ഭാഗ്യമുണ്ടായിരുന്നു. കാരണം നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ലെജൻസിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. വലിയ വലിയ ഡയറക്ടേഴ്സ് സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ മകളുടെ ഒക്കെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ എങ്ങനെയാ ശരിക്കും ദിലീപേട്ടൻ? മകളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അവളുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ തന്നെ അറിയപ്പെടുന്നത്. അതല്ല ഭയങ്കര ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ എന്റർടൈനർ ആണല്ലോ. അല്ല, അവരൊക്കെ നമ്മുടെ സിനിമ കാണാൻ നമ്മളോട് വലിയ സ്നേഹവും കാര്യങ്ങളുമാണ്. മീനുട്ടിയൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ, സിനിമകൾ അവരെല്ലാം വലിയ കാര്യത്തിലാണ് നമ്മളോടൊക്കെ. അതെ, അവരുടെ ഫാമിലി ആണെങ്കിലും ഒക്കെ. കാരണം നമ്മൾ എന്ന് പറയുന്നത് എല്ലാ കുടുംബത്തിലെയും അംഗത്തെ പോലെ നടക്കുന്ന ഒരാളായിട്ടാണ് അവര്. ആര് വന്ന് എന്നോട് സംസാരിക്കുമ്പോഴും എല്ലാവരും വന്ന് എന്നെ ചേർത്ത് പിടിക്കുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന അതൊക്കെ ഇപ്പൊ നമ്മൾ കൂടുതൽ അറിയണം. ആ സ്നേഹവും കാര്യങ്ങളും ഒക്കെ എല്ലാവരും വന്നിട്ട് നമ്മളോട് നമ്മുടെ പ്രാർത്ഥനകളുണ്ട്, നമ്മുടെ സ്നേഹമുണ്ട്, നല്ല സിനിമ, ഞങ്ങൾ ഒരുപാട് ചിരിപ്പിച്ച ആളാണ്, ഇനി സിനിമകൾ ചെയ്യണോട്ടോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് വലിയ എനർജി തന്നെയാണ് നമുക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും പറയും ജോഷി സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കൈൻഡ് ഓഫ് ഡിസിപ്ലിൻ വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും നിങ്ങളെ രണ്ടുപേരും ഒരു ജോഷി സ്കൂൾ എങ്ങനെയായിരുന്നു? കറക്റ്റായിരിക്കും. ഞങ്ങള് സാറിനോട് എപ്പോഴും എന്താ പറയാ, സാറിനെ സ്നേഹിക്കും ബഹുമാനിക്കുന്ന രണ്ട് അസിസ്റ്റൻസ് ആണ്. സാറിന്റെ അസിസ്റ്റൻസ് ആണ്. ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഫിഗർ ഔട്ട് ചെയ്തൊരു കാര്യമാണ്. ഞങ്ങള് സംസാരിക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ജോഷി. എന്തിലും ജോഷി സാറ് ഞാൻ പറയുമ്പോഴും ഉണ്ടാവും, നീത്ത പറയുമ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും മെയിൻ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ ആദ്യം വിളിക്കുന്ന ആള് ജോഷി സാർ തന്നെയാണ്. അത് പിന്നീട് എനിക്ക് മനസ്സിലായത് നീതിയും സാറിനെ തന്നെ വിളിക്കും. അപ്പൊ അത്രയും മിക്ക ആൾക്കാരുടെ ജീവിതത്തിലും ഒരു കോമൺ ഫാക്ടറാണ് ജോഷി സാർ. അത് ഏത് സിനിമയുടെ വിഷയം നടക്കണേ, മലയാള സിനിമയുടെ എല്ലാം അത് സാറ് ഒരു ഫംഗ്ഷൻ വരുമ്പോ തന്നെ അറിയാം. സാറ് എല്ലാവരും നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് വലിയൊരു മനസ്സിനുടമയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തങ്കമണി മാർച്ച് 7-ാം തീയതി റിലീസാവുകയാണ്. പറഞ്ഞ പോലെ ബിഫോർ വി കൺക്ലൂഡ്, ദിലീപേട്ടൻ്റെ ഏറ്റവും ഇതിൽ പറഞ്ഞ പോലെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞ ആരാധകർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും കൂടെ നിന്നിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുള്ളതൊക്കെ അവരോടൊരു മെസ്സേജ് കൂടെ പറഞ്ഞിട്ട് പറഞ്ഞ പോലെ തന്നെ തങ്കമണി മാർച്ച് 7-ാം തീയതി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സപ്പോർട്ടിൽ തന്നെയാണ്
എടുത്തു പറയേണ്ടത് ഞാൻ എന്ന കലാകാരൻ, ദിലീപ് എന്ന കലാകാരനെ നിലനിർത്തുന്നത് പ്രേക്ഷകർ തന്നെയാണ്. അതുപോലെ ഏത് ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന ഫാൻസിലെ സഹോദരന്മാര്, അവരൊക്കെ എന്താ പറയാ, അവര് എല്ലാം നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരവസ്ഥ തന്നെയാണ്. അതുപോലെ ഞങ്ങള് കൊളീഗ്സ്, ഞങ്ങൾ കോ ആർട്ടിസ്റ്റുകൾ, എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, ക്യാമറ, എല്ലാവരും സപ്പോർട്ടിലാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട ഒരു സിനിമയും കൊണ്ട് വരുമ്പോൾ ആ സിനിമയെ കാണാനും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നമുക്ക് ഇന്ന് ഏറ്റവും നന്നായിട്ട് എല്ലാ അർത്ഥത്തിലും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി. നമ്മൾ അത്രയും വിഷ്വൽ ഇതിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് മനുഷ്യൻ, അല്ലേ? നമ്മളെല്ലാവരും അതിൻ്റെ പുറകെയാണ്, കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ഓരോ കഥകളിലൂടെ നമ്മൾ പറയുന്ന ഓരോ സിനിമകൾ, കാര്യങ്ങൾ, സിനിമയെ വലിയ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകേണ്ടത് നമ്മളുടെയും പ്രേക്ഷകരുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഞങ്ങളുടെ ഒരു ചെറിയ പ്രോഡക്റ്റാണ് തങ്കമണി, അതുമായിട്ട് വരികയാണ്. മാർച്ച് 7-ന് ഈ സിനിമയെ വലിയൊരു വിജയമാക്കി തരിക, അതാണ് പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു ഫോർ ദ ടൈമിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.